ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടാ. ഈ ഒരു ഉസ്താദിൻ്റെ ഈ ക്ലാസ് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ തമാശ രീതിയിലും ചെയ്യുന്നുണ്ട്, കളിയാക്കിയിട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും സംസാരിക്കാൻ ഞാൻ അർഹതനില്ല, കാരണം ചില അത്രത്തൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇസ്ലാമികമായിട്ട് കൂടുതലൊന്നും നമുക്ക് അറിവില്ല, ഒരു പണ്ഡിതനൊന്നും അല്ല. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഇപ്രാവശ്യം കൊച്ചി പോയിട്ടാകുമ്പോൾ ആരിഫ് ഹുസൈൻ്റെ ഒരു മുഖാമുഖം എന്ന പരിപാടിയിൽ അവിടെ പോയിട്ടാകുമ്പോൾ നെരിന ബീച്ചിൽ പോയിട്ടാകുമ്പോൾ എൻ്റെ അടുത്ത് മൈക്ക് ആൾക്കാരെടുത്തിട്ട് വന്നിട്ട് പറഞ്ഞ് ഇസ്ലാമികിനെ പറ്റിയിട്ടും ഈ ആരിഫ് ഹുസൈനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെ വായി നാട്ടിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ സംസാരിക്കാനും പോയിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങൾ കാര്യമായിട്ട് ഒന്ന് ചിന്തിക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഉസ്താദ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെ വീട്ടിൽ നിധിയുണ്ട്. ആ നിധി നമുക്ക് സ്വന്തമായിട്ട് കണ്ടെത്താം. സുബ്ഹാനല്ലാഹ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിൽ നിധി ഉണ്ടെങ്കിൽ ആ നിധി എങ്ങനെ കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് ഒരുപാട് ഖുർആൻ്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം, ഖുർആൻ ഓതണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പിന്നെ വെജിറ്റേറിയൻ ആണ്, അങ്ങനെയെല്ലാം പറയുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിക്കാം, ഒരു മിനിറ്റ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിധിയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ പണിക്ക് പോകുന്നത്? ഇങ്ങനെ കുച്ചി നിധി എടുത്ത് നമുക്ക് അതിൽ ലാവിഷായിട്ട് എൻജോയ് ചെയ്താൽ പോരെ? എന്നിരുന്നു നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനനായ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ വീട്ടിൽ നിധിയുണ്ട്, നിങ്ങൾക്ക് സ്വയം കണ്ടെത്താം. അതിലേക്ക് എന്താ മാർഗം എന്നറിയുന്നത്? നിങ്ങൾ ഞായറാഴ്ച ദിവസം ആള് വെജിറ്റേറിയൻ ആയിരിക്കണം, ശനി ഞായർ ദിവസങ്ങളിൽ. ഞായറാഴ്ച ദിവസം നോമ്പുകാരനായിരിക്കണം. നോമ്പ് നോറ്റുകൊണ്ട് ഞായറാഴ്ച ദിവസം ഒരു മിനിറ്റ്. കാരണം വെച്ചാല് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചൻ്റെ ഒന്നും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടുമുണ്ട്, അത് സുന്നത്താണെന്ന്. പക്ഷെ ഇതിപ്പോൾ ആദ്യത്തെ ഒരു അറിവാണ്. ഞായറാഴ്ച നോമ്പും ദിവസം നോമ്പ് നോക്കിയിട്ട് വെജിറ്റേറിയൻ ആണോ? അപ്പോൾ ഇറച്ചി മീൻ ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല ഉസ്താദ് പറഞ്ഞത് കേൾക്കാം. അതായത് ചന്ദ്രന്റെ സമയത്ത് രാത്രി ഒരു വെള്ള കാർഡ് എടുത്തുകൊണ്ട് അതില് കുങ്കുമപ്പൂവും പനനീരും പൊടിച്ചു ചേർത്തിട്ട് മഷി രൂപത്തിലാക്കിയിട്ട് അതിനെ കൂർത്ത ഒരു മുള പോലോ അല്ലെങ്കിൽ ഇത് ആര് പെട്ടുപോന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവര് ഇതിനു വേണ്ടിയിട്ട് തന്നെ താന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പെട്ടുപോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ തന്നെ പൈസ ഉണ്ടല്ല. പക്ഷെ ഇങ്ങനത്തെ നിധി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ കുങ്കുമപ്പൂവിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയുന്നല്ലേ. കുങ്കുമപ്പൂ വാങ്ങാൻ പോവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങാൻ പോവും, എന്നിട്ട് അങ്ങനെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ആ സാധനം കണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വെളുത്ത കാർഡിൽ സൂറത്തുർ റഹ്മാൻ പരിപൂർണമായി എഴുതുക. നല്ല കാര്യം. എന്നിട്ട് അതിലേക്ക് സൂറത്തു ശംസ് സൂറത്ത് 300 തവണ അതിലേക്ക് മന്ത്രിച്ചു കൊണ്ടുപോകുക. അങ്ങനെ ഊതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്ന സമയത്ത് ആ കാർഡ് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും അത് എവിടെയാണോ നിധിയുള്ളത്, നമ്മൾ ഇരിക്കുന്നതിന്റെ ഭാഗത്ത് നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ പറമ്പിൽ അല്ലെങ്കിൽ അതിന് ചുറ്റളവിൽ നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉള്ള ഭാഗത്ത് ആ കാർഡ് പോയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പറമ്പിലോ വീടിന്റെ ഭാഗത്തോ നമുക്ക് നിധി ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അത് കണ്ടെത്താൻ എളുപ്പമാണ്. സൂറത്ത് അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها. മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉസ്താദ് ഓതുന്നുള്ളത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ആ സൗണ്ടിന്റെ ഗാംഭീര്യം ആ ഖുർആനിലേക്ക് നമ്മൾ ലയിച്ചു പോവും. അങ്ങനെയുള്ള ഒരു ഉസ്താദാണ് ഈ ഒരു കാര്യം പറയുന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഉസ്താദന്മാർക്കെല്ലാം എതിരായിട്ട് ഈ റിയാക്ഷൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ ഇല്ലേ സങ്കടം തോന്നും ഉസ്താദ്, സങ്കടം തോന്നുന്നുണ്ട്.
കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നിധി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ളല്ലേ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ്. ഉസ്താദിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മാഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, ഉസ്താദിന്റെ ഇത് എങ്ങനെ ഉസ്താദിന് ഈ അറിവ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നിധി ഉണ്ട്, ഇങ്ങനെ ചെയ്താലും ഹദീസിലോ കാര്യങ്ങളോ ഉണ്ടതോന്നൊന്നും അറിയില്ല. എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് അറിയും ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാണ്ട. കാരണം വെച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കും ചെയ്യാൻ അങ്ങനെ നിധി കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രവാസ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ടാവും. അവരും നാട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള ചെയ്തിട്ട് അങ്ങനെ നിധി കിട്ടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതല്ലേ. അതിൽ കൂടിയിട്ട് നമുക്കും നല്ലത്, നമ്മുടെ രാജ്യത്തിനും നല്ലത്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള നിധി കിട്ടുന്നുണ്ട്, രാജ്യത്തിനും നല്ലതല്ല. അതിലുള്ള ഇതുണ്ടാവും. പിന്നെ ഗൾഫ് കൺട്രിയിലൊന്നും പോയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് മാഷാ അല്ലാഹ് നിധിയെല്ലാം കണ്ടെത്തുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടില്ലേ, ഇൻഷാ അല്ലാഹ് നമുക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തെന്നറിയോ, പ്രിയപ്പെട്ട ഈ ഉസ്താദ് ഓതുന്ന ആ ഖുർആൻ്റെ സൂറത്ത് ഓതുമ്പോൾ ഇല്ലേ, ആ ഉസ്താദിൻ്റെ ശബ്ദ ഉച്ചാരണം മാഷാ അല്ലാഹ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഗാംഭീര്യമായതാണ്. ഈ ഉസ്താദിൻ്റെ വീഡിയോകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മജ്ലിസ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, സലാത്ത് ദിക്ർ, അതെല്ലാം നല്ലതാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പക്ഷെ എവിടെയാണ് ഇത് പറയുന്നുള്ളതെന്ന് വെച്ചാൽ ഈ നിധിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു കൺഫ്യൂഷനായിപ്പോയി. വല്ലാത്ത എനിക്ക് പറയാൻ അറിയുന്നില്ല. എന്നാലും ഉസ്താദിൻ്റെ ഓരോരോ വാക്കുകളില്ലേ, അത് എത്രത്തോളം നമുക്ക് സൂറത്തുർ റഹ്മാൻ പരിപൂർണമായി എഴുതുക, എന്നിട്ട് അതിലേക്ക് സൂറത്തു ശംസ് വദ്ദുഹാഹ സൂറത്ത് 300 തവണ അതിലേക്ക് മന്ത്രിച്ചു കൊണ്ടുവരിക. അങ്ങനെ ഊതി കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്ന സമയത്ത് ആ കാർഡ് അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും അത് എവിടെയാണോ നിധി ഉള്ളത്, നമ്മൾ ഇരിക്കുന്നതിന്റെ ഭാഗത്ത് നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ പറമ്പിലാണെങ്കിൽ അതിന് ചുറ്റളവിൽ നിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉള്ള ഭാഗത്ത് ആ കാർഡ് പോയിട്ട് നിൽക്കും എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്. ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ അതിലേക്ക് 300 പ്രാവശ്യം ഓതുമ്പോൾ ആ കാർഡ് ഓട്ടോമാറ്റിക്കലായിട്ട് പറന്ന് പോയിട്ട് എവിടെയാണ് നിധി ഉള്ളത് ആ നിധിയിലെടുത്ത് പോയിട്ട് പോകുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മൾ ബഹുമാനപ്പെട്ട, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഉസ്താദ് പറയുന്നത്. ഉസ്താദന്മാരെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതിൽ കൂടുതൽ ഈ ഉസ്താദിനെ വെച്ചാൽ ഈ ഉസ്താദിൻ്റെ, നിങ്ങൾ ആ ഉസ്താദിൻ്റെ ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിലുണ്ട് ഈ ഒരു വാക്ക് പറഞ്ഞതിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹു അഅലം എത്രത്തോളം സത്യമുണ്ടെന്ന്, എന്താണ് ഇതിൽ സംഭവിക്കുന്നുണ്ടെന്നും പടച്ചു